എല്ലാവർക്കും PSC പോയിന്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ. ഈ 3 ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ എക്സാമിൻ്റെ മോഡൽ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതിന് മുൻപൊക്കെ നമുക്ക് ഒരു ചോദ്യം ഒരു ഉത്തരം ആ രീതിയിൽ നമുക്ക് ആൻസർ ചെയ്ത് പോകാമായിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചാലേ നമുക്ക് ആൻസർ എഴുതാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തെ നമുക്ക് ഇതിന് മുൻപ് വന്നിട്ടുള്ള ചോദ്യങ്ങളും അപ്പം ഈ ഒരു ഭാഗത്തെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോകാം. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18 ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചെന്തരുണിയാണ്. അടുത്ത ചോദ്യം നോക്കാം. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം കക്കയമാണ്. കക്കയം. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയാണ്. തെന്മല. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയതും തെന്മലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയതും തെന്മലയാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട്? കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട്? 6 എണ്ണമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചു പോവാം. അപ്പം ഒന്നാമത്തേതാണ് ഇരവികുളം. ഇരവികുളം എവിടെയാണ്? ഇരവികുളം ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളതും ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇരവികുളം നാഷണൽ പാർക്ക് ദേശീയോദ്യാനം നിലവിൽ വന്നത് 1978ലാണ്. 1978ലാണ് നിലവിൽ വന്നത്. അടുത്തതാണ് പെരിയാറും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ഇത് നിലവിൽ വന്നത് 1982ലാണ്. 1982ലാണ് പെരിയാർ ദേശീയോദ്യാനം നിലവിൽ വന്നത്. അടുത്തത് മതികെട്ടാൻ ചോല ഇടുക്കി ജില്ലയാണ്. നിലവിൽ വന്നത് 2003ലാണ്. 2003. അടുത്തത് ആനമുടിച്ചോലയാണ്. അതും ഇടുക്കി ജില്ലയിലാണ്. ഇതും നിലവിൽ വന്നത് 2003ലാണ്. അപ്പം മതികെട്ടാൻ ചോലയും ആനമുടിച്ചോലയും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ഇത് രണ്ടും നിലവിൽ വന്നത് 2003ലാണ്. അടുത്തതാണ് സൈലൻറ്റ് വാലി പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലാണ് സൈലൻറ്റ് വാലി. ഇത് നിലവിൽ വന്നത് 1984ലാണ്. 1984ലാണ് സൈലൻറ്റ് വാലി പാലക്കാട് ജില്ലയിൽ നിലവിൽ വരുന്നത്. അടുത്തത് പാമ്പാടും ചോലയും ഇടുക്കി ജില്ലയിലാണ്. പാമ്പാടും ചോല, ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പെരിയാർ, ഇരവികുളം ഇതെല്ലാം ഇടുക്കി ജില്ലയിലാണ്. പാമ്പാടും ചോല നിലവിൽ വന്നതും 2003ലാണ്. അപ്പോൾ 2003 നിലവിൽ വന്ന ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണ്? മതികെട്ടാൻ ചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. എല്ലാത്തിനും ചോല. അപ്പോൾ മതികെട്ടാൻ ചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല ഇതെല്ലാം ഇടുക്കി ജില്ലയിലാണ്. ഇതെല്ലാം നിലവിൽ വന്നതും 2003ലാണ്. അപ്പോൾ നമുക്ക് ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ PSC ക്ലാസ്സുകളിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇതൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കോഡുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരുകൾ നമ്മുടെ കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ പെട്ടെന്ന് ഓർമ്മയിൽ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഒരു കോഡ് പറയാം. ആനയും പാമ്പും പെരിയാറിലെ ഇര തേടൽ മതിയാക്കി സൈലൻ്റായി. എന്താണ് കോഡ്? ആനയും പാമ്പും പെരിയാറിലെ ഇര തേടൽ മതിയാക്കി സൈലൻ്റ് ആയി. അതായത് ആന എന്ന് പറയുമ്പം ആനമുടിച്ചോല, പാമ്പാടും ചോല, പെരിയാർ, ഇര തേടൽ ഇരവികുളം, മതികെട്ടാൻ ചോല, സൈലൻറ്റ് വാലി. അപ്പോൾ നമുക്ക് ഓരോ ദേശീയോദ്യാനത്തെയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും PSCക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ പഠിച്ചു പോവാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ദേശീയോദ്യാനമായ ഇരവികുളം ദേശീയോദ്യാനം നോക്കാം.
കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. വരയാടുകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം വരയാടുകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നു. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം ഉള്ളത്. എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ. ഇരവികുളം ദേശീയോദ്യാനം എവിടെയാണ്? ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം വരയാടുകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ. ഇത് നിലവിൽ വന്നത് എപ്പോഴാണ്? 1978 ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ദേശീയോദ്യാനത്തിലേക്ക് പോവാം. അടുത്ത ദേശീയോദ്യാനമാണ് പെരിയാർ ദേശീയോദ്യാനം. പെരിയാർ വന്യജീവി സങ്കേതം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1950. പെരിയാർ വന്യജീവി സങ്കേതത്തെ പെരിയാർ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1950. ഇതിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 1978. ഇതിനെ പെരിയാർ വന്യജീവി സങ്കേതത്തിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 1978. നമുക്കറിയാം, കേരളത്തിലെ കടുവാ സങ്കേതങ്ങളെടുത്താൽ നമുക്ക് പെരിയാർ, ഇടുക്കി ജില്ലയിലെ പെരിയാറും അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളവും. അപ്പോൾ കേരളത്തിലെ കടുവാ സങ്കേതങ്ങളാണിതൊക്കെ. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതത്തെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 1978. ഇത് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേടാണ്. പീരുമേട് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. അടുത്തത് നോക്കാം. ഈ പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ്. എന്താണ്? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ് ഈ പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര്. ഈ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ച സമയത്ത് നമ്മുടെ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. ഇനി നമുക്ക് അടുത്ത ദേശീയോദ്യാനം നോക്കാം. സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. സൈലൻറ്റ് വാലി പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ. സൈലൻറ്റ് വാലി എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലൻറ്റ് വാലി. ഈ സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984. 1984 സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. ആരാണ് പ്രഖ്യാപിച്ചത്? നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി 1984 സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. എന്നാൽ ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഇത് ഉദ്ഘാടനം ചെയ്തത് 1985. ഒരു വർഷത്തിന് ശേഷമാണ് 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയാണ് സൈലൻറ്റ് വാലി ഉദ്ഘാടനം ചെയ്തത്. സൈലൻറ്റ് വാലി ഉദ്ഘാടനം ചെയ്തത് 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഈ സൈലൻറ്റ് വാലിയിലെ പ്രധാന സംരക്ഷണ മൃഗം എന്ന് പറയുന്നത് സിംഹവാലൻ കുരങ്ങാണ്. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആൻസർ സൈലൻറ്റ് വാലിയാണ്. അപ്പോൾ ഇതിലെ പ്രധാന സംരക്ഷണ മൃഗം സിംഹവാലൻ കുരങ്ങാണ്. ഈ സിംഹവാലൻ കുരങ്ങുകൾ ഈ സൈലൻറ്റ് വാലിയിൽ ഇത്രയും അധികം കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം മൂലമാണ്. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം മൂലമാണ്.
അടുത്തത് കേരളത്തിലെ നിത്യഹരിതം. ഈ സൈലന്റ് വാലിക്ക് കുറച്ച് വിശേഷണങ്ങളുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നു. കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നതും സൈലന്റ് വാലിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നതും സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏക കന്യാവനം എന്നറിയപ്പെടുന്നതും സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്നതും സൈലന്റ് വാലിയാണ്. അപ്പം ഏതൊക്കെയാണ് വിശേഷണങ്ങൾ? കേരളത്തിലെ നിത്യഹരിത വനം, ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം, കേരളത്തിലെ ഏക കന്യാവനം, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട്. അടുത്തത് നോക്കാം. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ദേശീയോദ്യാനമാണിത്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി എന്ന് പേര് വരാൻ കാരണം ചീവീടുകളില്ലാത്തത് കൊണ്ടാണ്. അവിടെ ചീവീടുകളില്ല, അതുകൊണ്ടാണ് അത്രയും സൈലന്റ്. അങ്ങനെയാണ് ആ സൈലന്റ് വാലി എന്ന പേര് വന്നത്. സൈലന്റ് വാലി എന്ന പേര് വരാൻ കാരണം അവിടെ ചീവീടുകളില്ല. ഈ സൈലന്റ് വാലിക്ക് ഈ പേര് നൽകിയ വ്യക്തി റോബർട്ട് വൈറ്റ് ആണ് സൈലന്റ് വാലി എന്ന പേര് നൽകിയത്. ഈ സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. നമുക്കറിയാം നീലഗിരി കുന്നുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് നീലഗിരി കുന്നുകൾ. അപ്പോൾ സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. നമുക്കിനി അടുത്ത ദേശീയോദ്യാനം നോക്കാം. പാമ്പാടും ചോല. നമുക്കറിയാം പാമ്പാടും ചോല ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. പാമ്പാടും ചോല 2003 ഇത് നിലവിൽ വന്നതെന്ന് നമുക്കറിയാം. അപ്പം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. 1.32 ചതുരശ്ര കിലോമീറ്ററാണ്. ഓക്കെ, 1.32 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ഇതിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 2003. അടുത്ത നമുക്ക് നോക്കാം. ആനമുടിച്ചോല പശ്ചിമഘട്ടത്തിലെ നീലഗിരി മലനിരകളിലാണ് ആനമുടിച്ചോല സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ നീലഗിരി മലനിരകളിലാണ് ആനമുടിച്ചോല സ്ഥിതി ചെയ്യുന്നത്. ഇതും 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ഈ നമ്മുടെ പമ്പാ നദി ഒഴുകുന്നത് ഈ ആനമുടിച്ചോലയിലൂടെയാണ്. ഈ ദേശീയോദ്യാനത്തിലൂടെയാണ് പമ്പാ നദി ഒഴുകുന്നത്. ആനമുടിച്ചോലയിലൂടെയാണ് പമ്പാ നദി ഒഴുകുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. നമ്മളങ്ങനെ ദേശീയോദ്യാനങ്ങൾ നമ്മൾ 6 നോക്കി, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കി. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ നോക്കാം. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ പ്രധാനപ്പെട്ട കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ കടലുണ്ടി മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല. മംഗളവനം എറണാകുളം ജില്ലയാണ്. തട്ടേക്കാടും എറണാകുളം ജില്ലയാണ്. കുമരകം കോട്ടയം ജില്ലയിലാണ്. കുമരകം പക്ഷി സങ്കേതം. ചൂലന്നൂർ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ. അടുത്തത് അരിപ്പ പക്ഷി സങ്കേതം വരുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് അരിപ്പ പക്ഷി സങ്കേതം വരുന്നത്. ഇനി നമുക്കിതിന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. നമ്മൾ ആദ്യം നോക്കിയ കടലുണ്ടി പക്ഷി സങ്കേതം നമുക്കറിയാം. കടലുണ്ടി പക്ഷി സങ്കേതം വരുന്നത് നമ്മൾ പരീക്ഷകളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത്? ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതെന്ന് നമ്മൾ ഒരുപാട് ചോദ്യപേപ്പറുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആൻസർ വരുന്നത് കടലുണ്ടി പക്ഷി സങ്കേതമാണ്. അടുത്തത് നമുക്ക് മംഗളവനത്തെക്കുറിച്ച് നോക്കാം. മംഗളവനം ഇത് നിലവിൽ വരുന്നത് 2004. 2004 ഈ പക്ഷി സങ്കേതം നിലവിൽ വന്നത്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു. ഈ ഒരു ചോദ്യവും നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത്? അപ്പം മംഗളവനം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു. 2004 നിലവിൽ വന്നു. ഈ മംഗളവനത്തിൽ പക്ഷിയെ കൂടാതെ വിവിധ ഇനം ചിലന്തികൾ, അപൂർവ ഇനം കടൽ വാവലുകൾ തുടങ്ങിയവ കാണപ്പെടുന്നു.
പക്ഷിയെ കൂടാതെ വിവിധയിനം ചിലന്തികളും അപൂർവയിനം കടൽ വാവലുകളും തുടങ്ങിയവ ഈ പക്ഷി സങ്കേതത്തിൽ കാണപ്പെടുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം. കേരളത്തിൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന പക്ഷി സങ്കേതമാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, കേരളത്തിലെ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന പക്ഷി സങ്കേതം അതും നമ്മുടെ മംഗളവനമാണ്. അടുത്തത് നമുക്ക് നോക്കാം തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്നത് 1983-ലാണ്. 1983 നിലവിൽ വന്നതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. ഇത് എറണാകുളം ജില്ലയിലാണ് ഈ പക്ഷി സങ്കേതം നിലവിൽ വന്നത്. എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലെ തട്ടേക്കാടാണ്. അപ്പോൾ നേരെ തിരിച്ച് നമ്മളൊരു ചോദ്യം പഠിച്ചിരുന്നില്ലേ, കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനമാണ്, അതും എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഈ ഏറ്റവും ചെറുതും ഏറ്റവും വലുതും എറണാകുളം ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാടാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനമാണ്. സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതവും തട്ടേക്കാടാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിലാണ്. ഈ തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ. ഈ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ നദിയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. അപ്പോൾ നമുക്ക് തട്ടേക്കാടിനെ കുറിച്ച് ഒന്നും കൂടി നോക്കാം. നിലവിൽ വന്നത് 1983-ലാണ്. എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം, കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം, സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. ഇത് സ്ഥിതി ചെയ്യുന്നത് കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിലാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെരിയാറാണ്. അടുത്ത നമുക്ക് നോക്കാം കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലാണ്. ഇനി അടുത്തൊരു ചോദ്യം, ഈ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം, ഇതും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത് കേരളത്തിലെ? അപ്പോൾ ആ ചോദ്യവും നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അതും കുമരകം പക്ഷി സങ്കേതമാണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നു. കോട്ടയം ജില്ലയിലാണ് കുമരകം പക്ഷി സങ്കേതം. വേമ്പനാട്ടു കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ പക്ഷി സങ്കേതം സ്ഥാപിച്ചത് ആൽഫ്രഡ് ജോർജ് ബേക്കർ. അടുത്ത പക്ഷി സങ്കേതം നോക്കാം, ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിലെ ചൂലന്നൂരാണ് ഈ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള വന്യജീവി സങ്കേതമാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം. പക്ഷി സങ്കേതമാണിത്, ചൂലന്നൂർ പക്ഷി സങ്കേതം. ഈ ചൂലന്നൂർ പക്ഷി സങ്കേതം മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, KK നീലകണ്ഠൻ സ്മാരക മയിൽ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നു. ഈ ചൂലന്നൂർ പക്ഷി സങ്കേതം KK നീലകണ്ഠൻ സ്മാരക മയിൽ സംരക്ഷണ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നു. ഇത് ഗായത്രിപ്പുഴയുടെ തീരത്താണ് ഈ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റാണ് അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി നമുക്ക് കേരളത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ ജില്ലയിലാണ്. വയനാട് ജില്ലയിലാണ്. ഇടുക്കി വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ്. പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. ചിമ്മിണി വന്യജീവി സങ്കേതം തൃശ്ശൂർ. ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ല. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഇടുക്കി. മലബാർ വന്യജീവി സങ്കേതം കാലിക്കറ്റ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം കണ്ണൂർ. കരിമ്പുഴ
വന്യജീവി സങ്കേതം മലപ്പുറം. ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലമാണ്. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ളതാണ് മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം എന്നുള്ള ചോദ്യം. അപ്പോൾ ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലെയാണ്. അടുത്തത് ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ ഇടുക്കി ജില്ലയിലാണ്. അവിടുത്തെ പ്രത്യേകത ചാമ്പൻ മലയണ്ണാൻ, നക്ഷത്ര ആമകൾ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ഇതിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. പാമ്പാർ നദിയാണ് ഇതിലൂടെ ഒഴുകുന്ന നദി. പക്ഷിപ്പാതാളം വയനാട് ജില്ലയിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത ചിത്രകൂടൻ പക്ഷികളെ കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. ഇതും ചോദ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. ചിത്രകൂടൻ പക്ഷികളെ കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ് എന്നുള്ളത്. അത് അതിൻ്റെ ആൻസർ വരുന്നത് പക്ഷിപ്പാതാളമാണ്. വയനാട് ജില്ലയിലെ പക്ഷിപ്പാതാളമാണ് ചിത്രകൂടൻ പക്ഷികളെ കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, അതുപോലെ തന്നെ ദേശീയോദ്യാനങ്ങൾ, കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ തുടങ്ങിയവയാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കി. വീണ്ടും കാണാം.